لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله عز وجل يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ വഴിപ്പെട്ട് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരായ നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവാണ് നമുക്ക് ജീവൻ നൽകിയത്. അവസാന ജീവിതത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് അവൻ്റെ തീരുമാനപ്രകാരമാണ്. ഈ ഭൂമിയിൽ നിന്നും നമ്മൾ മൺമറയുന്നത്. ജീവൻ, മരണം ഇതൊക്കെയും അല്ലാഹുവിൻ്റെ കയ്യിലാണ്. നാം ആഗ്രഹിച്ച രീതിയിലോ കോലത്തിലോ താല്പര്യത്തിലോ അല്ല ഈ ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീണത്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ ഭൂമിയിൽ നിന്നും നമ്മൾ വിട പറയുന്നത്. ജീവിതം നൽകിയത് അല്ലാഹുവാണ്, മരണം നൽകുന്നതും അല്ലാഹുവാണ്. അതിനിടയിലുള്ള നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും പടച്ചവനാണ്. ആയതിനാൽ തന്നെ ആ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി നമ്മളോട് ഉണർത്തുന്നുണ്ട്. അല്ലാഹു മനുഷ്യകുലത്തോട് മുഴുവനായിട്ടും ഉപദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം തഖ്വയാണ്. വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അൻ തഖുല്ലാഹ്. നിങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയവർക്കും അള്ളാഹു ഉപദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശം അനിത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏത് പ്രഭാഷണം ആരംഭിക്കുമ്പോഴും അതല്ല എങ്കിൽ പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങൾ സഹാബാക്കളോട് പറയുമ്പോഴും തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് നടത്തിയതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റു തര പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരും ആ സമൂഹത്തോട് നടത്തിയിട്ടുള്ള ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് തന്നെയാണ്. ആയതിനാൽ തന്നെ തഖ്വയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് അനുസരിച്ച് നന്ദിയുള്ള ഒരു ദാസനായി, അടിമയായി ജീവിച്ചു മരിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വ ജീവിതാന്ത്യം വരെ മുറുകെ പിടിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. ശേഷിക്കുന്ന ജീവിതം അവൻ്റെ ത്വാഅത്തിലായി അനുസരണയിലായി കഴിച്ചു കൂട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ.
നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയാരാമങ്ങളാക്കി തീർക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഫിത്നകളിൽ നിന്നും ശർറുകളിൽ നിന്നും കാത്ത് സംരക്ഷിക്കട്ടെ. ലോകത്ത് അല്ലാഹു സമാധാനം നൽകി നാം ഏവരെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട കടമകളെക്കുറിച്ച്, ബാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിബിതങ്ങൾ വളർത്തിയെടുത്ത, വാർത്തെടുത്ത സഹാബാക്കളെ കുറിച്ച് നമ്മൾ അറിയുക, സഹാബാക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുക, സഹാബാക്കളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിബിതങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരാണ് സഹാബാക്കളെന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. നിബിതങ്ങൾക്ക് മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലും അല്ലാഹു ആ പ്രവാചകന്മാർക്ക് അനുയോജ്യരായിട്ടുള്ള സഹാബാക്കളെ തിരഞ്ഞെടുക്കുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വലഖദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ വആതൈനാഹും മിനൽ ആയാതി മാ ഫീഹി ബലാഉൻ മുബീൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെക്കുറിച്ച്, അദ്ദേഹത്തെ അനുചരന്മാരെ കുറിച്ച് അല്ലാഹു പറയുന്നത് വലഖദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ. ലോകരേക്കാളും ഉത്കൃഷ്ടരായി ബനൂ ഇസ്രായേലിനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി തിരഞ്ഞെടുത്തു കൊടുത്തത്, അവരിലെ നല്ല ആൾക്കാരെ അദ്ദേഹത്തിന്റെ അനുചരന്മാരായി തിരഞ്ഞെടുത്തു കൊടുത്തത് നാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അഥവാ മൂസാ നബിയുടെ സഹാബാക്കളായി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നു. പ്രകാരം തന്നെ മറ്റൊരു ആയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്. ജനങ്ങളിൽ നിന്നും മലക്കുകളിൽ നിന്നും അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരാണ് അള്ളാഹുവിന്റെ ദൂതന്മാർ. അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ. മലക്കുകളിൽ നിന്നും അള്ളാഹു ചില ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു, ചില ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലേക്ക് ദൂതുമായി വഹയുമായി ചെന്നെത്തേണ്ടത് എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്രകാരം തന്നെ ആരെയാണ് പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കേണ്ടത്, മുർസലീങ്ങളായി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിന്റെ വിശദീകരണമായി മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്രകാരം തന്നെ ആദ്യത്തെ അനുയായികളായിക്കൊണ്ട്, ഉമ്മത്തായിക്കൊണ്ട് ആരാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴേണ്ടത് എന്നുള്ള തീരുമാനവും അള്ളാഹുവിൻ്റെതാണ്. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളായിക്കൊണ്ട് അള്ളാഹു തിരഞ്ഞെടുത്ത ആൾക്കാർ, അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ളത്. അഥവാ വരുന്ന തലമുറക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കാൻ സാധ്യമാകുന്ന, എത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെയൊക്കെയും തരണം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മനോബലമുള്ള ഈമാനുള്ള ഒരു ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളായി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് ആയത്തുകളുടെ വെളിച്ചത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ ഒരു രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളെ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഉത്കൃഷ്ടരായിട്ടുള്ള ആൾക്കാർ ആരാണ് എന്നുള്ള ചോദ്യത്തിന് സംശയം ഏതുമില്ലാതെ നമുക്ക് മറുപടി പറയാൻ വേണ്ടി കഴിയും. അത് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. കാരണം അവരാണ് നിബിധങ്ങളിൽ നിന്നും നേരിട്ട് ദീൻ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹവസിച്ചത്, ആ സഹവാസത്തിലൂടെ അവർ നേടിയെടുത്തിട്ടുള്ള ഒരു ഈമാനുണ്ട്. ആ ഈമാനെ കവച്ചു വെക്കുവാൻ ഒരു പക്ഷേ പിന്നീടുള്ള ആൾക്കാർക്ക് കഴിയണമെന്നില്ല. അത്രയും ഉയർന്ന ഈമാനാണ് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ ഉള്ളത്. കാരണം നമ്മുടെ ഹദീസുകൾ വായിച്ചു നോക്കുമ്പോൾ
അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആ ആയത്തുകളിലൂടെയൊക്കെ ചില ആൾക്കാരുടെ ജീവിതം പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദാഹരണത്തിന് ഒരു സഹാബിയെ സന്ദർശിക്കാൻ പോയി. സഹാബിയെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിന് അടുക്കൽ ഇന്ന ദുആ ചെയ്തു എന്ന് നമ്മൾ ഹദീസുകൾ കേൾക്കാറുണ്ട്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആ നിബിതങ്ങൾ നമ്മളെയാണ് സന്ദർശിക്കാൻ വേണ്ടി വന്നത്. ആ ഹദീസിൽ പറയുന്ന വ്യക്തി നമ്മളാണെങ്കിൽ പിന്നീട് നമുക്കുണ്ടാകുന്ന ഒരു ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ എത്രത്തോളം വലുതായിരിക്കും. നിബിതങ്ങൾ നമ്മുടെ അടുക്കലേക്ക് സന്ദർശിക്കാൻ വേണ്ടി വരുന്നു, നിബിതങ്ങൾ നമ്മുടെ കയ്യിൽ തലവെക്കുന്നു, എന്നിട്ട് ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്നു. ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു അവസ്ഥയിൽ വളർന്നു വന്നവരാണ് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയണമെങ്കിൽ ബദർ യുദ്ധത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിലുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ബദരീങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട്, ഉഹദിൽ പങ്കെടുത്ത സഹാബാക്കളെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട്. അതല്ലാതെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ആയത്ത്, അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. ഈ ആയത്തുകളൊക്കെയും ആ സഹാബാക്കളുടെ വിഷയത്തിൽ അവതരിച്ചതാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് പിന്നീട് സഹാബത്തുൽ കിറാം നമസ്കരിക്കുന്ന സമയത്ത് ആ ആയത്തുകൾ ഓതുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈമാനികമായിട്ടുള്ളൊരു വളർച്ചയുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഉദാഹരണത്തിന് മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുന്നതിന്റെ പിറകിൽ സഹാബാക്കളുണ്ട്. ആ സഹാബാക്കളൊക്കെയും ബദറിൽ പങ്കെടുത്ത സഹാബാക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളുടെ വിഷയത്തിൽ ഇറക്കിയിട്ടുള്ള ആയത്തുകൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നു. പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കുന്നത് സഹാബാക്കളാണ്. ആ സഹാബാക്കൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ, ഞങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെ വിശദീകരിക്കുന്നതായിട്ട് അവർക്ക് കാണാൻ വേണ്ടി കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും സഹാബാക്കളുമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യാത്രയോ മറ്റോ ചെയ്യുന്നതിനിടയിൽ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വഴിയരികിൽ തടഞ്ഞു നിർത്തി. ഉമർ തങ്ങളോടൊപ്പം ഒരുപാട് ആൾക്കാർ കൂടെയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ ഭവ്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി ആ വൃദ്ധയായ സ്ത്രീയുടെ മുന്നിൽ നിന്നു. ആ സ്ത്രീ പറയുന്ന കാര്യങ്ങളൊക്കെയും കേട്ടു. കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. മടങ്ങി വരുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന പുതിയൊരു സഹാബി ഉമർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങ് എന്തിനാണ് ആ വൃദ്ധയുടെ അടുക്കൽ ഇത്രയും സമയം കളഞ്ഞത്? ഇത്രയും ആൾക്കാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരുടെയൊക്കെ സമയം അപഹരിച്ചുകൊണ്ട് എന്തിനാണ് താങ്കള് ആ വൃദ്ധയുടെ അടുക്കൽ നിന്നുകൊണ്ട് സംസാരിച്ചത് എന്ന് സഹാബാക്കള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സ്ത്രീ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അത് ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹയാണ്. ആ സ്ത്രീയുടെ വിഷയത്തിലാണ് സൂറത്തുൽ മുജാദല ഇറങ്ങിയത്. സൂറത്തുൽ മുജാദലയുടെ ആദ്യത്തെ ആയത്തുകൾ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. താങ്കളുടെ അടുക്കലേക്ക് പരാതിയുമായി വന്ന സ്ത്രീയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ പരാതി അല്ലാഹു അറിയുന്നുണ്ട്. താങ്കളോട് ആ സ്ത്രീ നടത്തുന്ന തർക്കങ്ങളെ കുറിച്ച് അല്ലാഹു ഇതാ കേൾക്കുന്നുണ്ട്. അല്ലാഹു സമീഉൻ ബസീർ എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. സഹാബാക്കൾ ആ സ്ത്രീയെ കാണുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള സ്ത്രീയാണ്. ആ സ്ത്രീയുടെ വിഷയത്തിലാണ്, ആ സ്ത്രീയുടെ തർക്കം പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ തർക്കത്തിന് പരിഹാരമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാൻ ആകാശത്തു നിന്നും ഇറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്കുണ്ടാകുന്ന മഹത്വം, ആ സ്ത്രീക്കുണ്ടാകുന്ന ഫളീലത്ത്, ശ്രേഷ്ഠത എത്രത്തോളം വലുതായിരുന്നു എന്ന് ഈ ചരിത്രത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ലൗ അന്നഹാ വഖഫത് ഇലൽ ലൈലി മാ ഫാറഖ്തുഹാ ഇല്ലാ ലിസ്വലാത്തി സുമ്മ അർജിഉ ഇലൈഹാ. ആ സ്ത്രീ എങ്ങാനും രാത്രി വരെ എന്നെ അവിടെ നിർത്തുകയാണെങ്കിൽ ഞാൻ ആ സ്ത്രീയുടെ അടുക്കൽ തന്നെ നിൽക്കും. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. നമസ്കാരത്തിനല്ലാതെ ഞാൻ പിന്നീട് അവിടെ നിന്ന് അനങ്ങില്ല. നമസ്കരിക്കാൻ വേണ്ടി വാങ്ങി വിളിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിന് ഞാൻ പോകും, പിന്നീട് വീണ്ടും ആ സ്ത്രീയുടെ അടുക്കലേക്ക് പോകും. കാരണം പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള സ്ത്രീയാണ്. ആ സ്ത്രീയുടെ വിഷയത്തിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓരോ സഹാബാക്കളെയും നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ സഹാബാക്കളുമായിരുന്നു പരിശുദ്ധ ഖുർആൻ ഇറങ്ങുവാനുള്ള കാരണങ്ങൾ. സബബുൻ നുസൂൽ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഓരോ ആയത്തുകളും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്ക് സാക്ഷികളായിരുന്ന ആൾക്കാരായിരുന്നു ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ദീനിലുള്ള സ്ഥാനം എത്രത്തോളം വലുതാണ്. ഓരോ സഹാബാക്കളും സൂറത്തുൽ മുജാദില ഒരു സഹാബി ഓതുന്നുണ്ടെന്ന് കരുതുക. ഹൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹയുടെ
അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ നമസ്കാരത്തിൽ സൂറത്തുൽ മുജാദല ഓതുന്ന സമയത്ത് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരമുണ്ട്, എൻ്റെ അടുത്തുള്ള സ്ത്രീയാണ്, എൻ്റെ അയൽവാസിയായിട്ടുള്ള സ്ത്രീയാണ്, ആ സ്ത്രീയെ കുറിച്ചാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് എന്നുള്ള വികാരത്തോടുകൂടി പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ, ഹദീസിനെ മനസ്സിലാക്കാൻ ആ സഹാബാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ സഹാബാക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയിൽ നിന്നും മടങ്ങി വരുന്ന സമയത്ത് സഹാബാക്കളുടെ ഒരു പതിവാണ്, അവരെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വിശ്രമിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടുക്ക് കിടത്തും, അവരെ ചുറ്റിലും കിടക്കും. നബി തങ്ങളെ നടുക്ക് കിടത്തിയിട്ട് സഹാബാക്കൾ ഒരു സംരക്ഷണം എന്നോണം, ഒരു വലയമെന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റിലും കിടക്കും. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഒരു രാത്രിയിൽ ഞങ്ങൾ മടങ്ങി വന്ന് യാത്രയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഞങ്ങൾ കടന്നു, ഞങ്ങളുടെ നടുക്കായി മധ്യത്തിലായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കിടത്തി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിബിതങ്ങളെ കാണാനില്ല, നിബിതങ്ങളെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. എവിടെ പോയി എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളന്ന് ഭയപ്പെട്ടു, ഞങ്ങളന്ന് വല്ലാണ്ട് പേടിച്ചു. പടച്ചവൻ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു തെറ്റോ കുറ്റോ കാരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈസാ നബി ഉയർത്തിയതുപോലെ അന്ന് ഉയർത്തിയിട്ട് വേറൊരു സമൂഹത്തിന് നബി തങ്ങളെ സമ്മാനിച്ചോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്നാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരുന്നത് കണ്ടപ്പോഴാണ് അവരുടെ പോയ ശ്വാസം തിരിച്ചു വന്നത്. അവർക്ക് പുതുജീവൻ കിട്ടിയതുപോലെയാണ്. അവരെല്ലാവരും തക്ബീർ പറഞ്ഞു. ഫഫസിഉ വദന്നു അന്നല്ലാഹ ഇഖ്താറ ലഹു അസ്ഹാബൻ ഗൈറഹും. അവർ പേടിച്ചു എന്നാണ്. അവരങ്ങനെ ഒരു കരുതൽ, അങ്ങനെ ഒരു വിചാരം അവരുടെ മനസ്സിലുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ ആ കാര്യം പറയുകയും ചെയ്തു, നബിയെ ഞങ്ങൾ പേടിച്ചു പോയി, വേറെ ആൾക്കാർക്ക് തങ്ങളെ അല്ലാഹു കൊടുത്തു എന്ന് ഞങ്ങൾ വിചാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല ലാ ബൽ അൻതും അസ്ഹാബി ഫിദ് ദുനിയ വൽ ആഖിറ, ലാ ബൽ അൻതും അസ്ഹാബി ഫിദ് ദുനിയ വൽ ആഖിറ. ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നിങ്ങളാണ് എൻ്റെ സഹാബാക്കൾ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ മാത്രമായിരിക്കും എൻ്റെ സഹാബാക്കൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സഹാബാക്കളെ സാക്ഷി നിർത്തി പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും എപ്രകാരമാണ് അനുസരിക്കേണ്ടത്, എപ്രകാരമാണ് പ്രിയം വെക്കേണ്ടത്, എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത് എന്ന് സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തെ, അങ്ങനെ ഒരു സമുദായത്തെ റോൾ മോഡലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ നിർത്തുകയാണ്. അതിനുശേഷമാണ് അല്ലാഹു പറയുന്നത്, വമൻ യുശാഖിഖർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹുവും അവന്റെ റസൂലും ദീനും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അതിനുശേഷം അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആ റസൂലിനെ അനുസരിച്ച് ജീവിച്ച സഹാബാക്കളെയും നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അവർ കാണിച്ചു തന്ന ജീവിത മാർഗത്തെ നിങ്ങൾ തള്ളിക്കളയുകയാണെങ്കിൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവർക്ക് നാശമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. സഹാബാക്കൾ വിശ്വസിച്ചതുപോലെ, സഹാബാക്കൾ നബി തങ്ങളെ സ്നേഹിച്ചതുപോലെ, സഹാബാക്കൾ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റിയതുപോലെ നെഞ്ചിലേറ്റാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഫഖദ് ഇഹ്തദൂ, ഹിദായത്ത് പ്രാപിക്കാൻ, നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ദീനിനോടും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾക്ക് ഉണ്ടായിരുന്ന പ്രതിബദ്ധത, അവർക്കുണ്ടായിരുന്ന ആ ഒരു ആത്മാർത്ഥത എത്രത്തോളം വലുതാണ് എന്ന് ഒരുപാട് സംഭവങ്ങളിൽ കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിവിധങ്ങളിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബിയെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് അതുവരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെലവിലാണ് അലി തങ്ങൾ ജീവിച്ചിരുന്നത്, നബി തങ്ങളുടെ വീട്ടിലാണ് ഫാത്തിമ ബീബി ജീവിച്ചിരുന്നത്. അവർ രണ്ടുപേരും പിന്നീട് പുതിയൊരു കുടുംബമായപ്പോൾ വേറൊരു വീടെടുത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു. അവര് വീട് അന്വേഷിച്ചപ്പോൾ അലി തങ്ങൾക്ക് ദൂരെ, നബി തങ്ങളുടെ വീട്ടിൽ നിന്നും ദൂരെ ഒരു സ്ഥലത്താണ് വീട് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ആശിക്കുമ്പോൾ അവർക്ക് തങ്ങളെ വന്നിട്ട് കാണാനുള്ള സൗകര്യം നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ചെന്ന് കാണാനുള്ള സൗഭാഗ്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. കാരണം ദൂരെയാണ്.
പറയുകയാണ്. ഇതറിഞ്ഞിട്ട് അലി തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ പറഞ്ഞയച്ചു, നബിയോട് ചോദിക്കണം, ഹാരിസത്ത് ബിൻ നുഅ്മാനിനോട് ചെന്നിട്ട് അവിടെ അടുത്തൊരു വീട് തരാൻ വേണ്ടിയിട്ടുള്ള ഒരാവശ്യം ഫാത്തിമ ഒന്ന് ഉപ്പയോട് പറഞ്ഞു നോക്കൂ, നബി തങ്ങളോട് പറഞ്ഞു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ പള്ളിയുടെ അടുത്തായിട്ട് വീട് നൽകിയിരുന്ന സഹാബിയായിരുന്നു ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുറി, വീടെന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ അങ്ങനെ വലിയൊരു വീടൊന്നും നമ്മൾ കണക്കാക്കരുത്, ചെറിയ ഓലമേന കുടിലാണ്. നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുടില് ഹാരിസ് ഒഴിവാക്കി കൊടുക്കും. പിന്നീട് നബി തങ്ങൾ അടുത്ത കല്യാണം കഴിക്കുമ്പോൾ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട്, ഹാരിസയുടെ സ്വന്തം വീടുകളാണ് അതൊക്കെയും, മദീനത്തെ പള്ളിയുടെ ചുറ്റുമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളിൽ ഓരോന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ഫാത്തിമ ബീവിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മകള് വന്നിട്ട് നബിയോട് ഒരു ആവശ്യം പറഞ്ഞു, നബിയെ, ഹാരിസയോട് ഒരു വീടും കൂടി നമുക്ക് തരുവോ എന്ന് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നമ്മൾ എങ്ങനെ ചോദിക്കാനാണ്, നമ്മൾക്ക് അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഒരുപാട് വീട് തന്ന സഹാബിയാണല്ലോ, ആ സഹാബിയോട് എങ്ങനെ പോയിട്ട് ചോദിക്കും, അത് മോശമല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളോട് മറുപടി പറഞ്ഞു. ഈ മറുപടി ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടു എന്നാണ്. അദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്ന മദീനയുടെ അടുത്തുള്ള വീട് അദ്ദേഹം കാലിയാക്കി. മക്കളോടും ഭാര്യയോടൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞു, നമ്മളിനി ഇവിടെ താമസിക്കുന്നില്ല, നമ്മളിനി ദൂരെയാണ് താമസിക്കുന്നത്. മക്കളെ ആദ്യം അവിടെ നിന്ന് മാറ്റി വീട് നബി തങ്ങളുടെ മകൾക്ക് വേണ്ടി ഒരുക്കി നൽകിയതിന് ശേഷം ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, നബിയെ, അങ്ങ് എന്നോടൊരു വീട് ചോദിക്കാൻ മടിച്ചു എന്ന് ഞാൻ അറിഞ്ഞല്ലോ. അങ്ങയുടെ മകൾക്കൊരു വീട് ആവശ്യമുണ്ട് എന്നുള്ളൊരു ആവശ്യവുമായിട്ട് മകള് വന്നിട്ട്, ഫാത്തിമ വന്നിട്ട് താങ്കൾ എന്നോട് ചോദിക്കാൻ മടിച്ചു എന്നുള്ളൊരു വിവരം ഞാൻ അറിഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സഹാബി പറഞ്ഞു, വല്ലാഹി ഇന്നമാ അന വമാലി ലില്ലാഹി വറസൂലിഹി, ഞാനും എൻ്റെ സമ്പത്തും എനിക്കുള്ള മുഴുവനും അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉള്ളതാണ് എന്ന് ഹാരിസത്ത് ബിൻ നുഅ്മാൻ അവിടെ വെച്ച് പറയുകയുണ്ടായി. ഫാത്തിമ ബീവിക്ക് വീട് നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് ആവേശമുണ്ട്, പക്ഷേ ആ രീതിയിൽ അല്ലാഹുവിനും അവന്റെ റസൂലിനും വേണ്ടിയിട്ട് നമ്മളെ സമർപ്പിക്കാൻ നമുക്ക് ആവുന്നുണ്ടോ, കഴിയുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. വല്ലാഹി ഇന്നമാ അന വമാലി ലില്ലാഹി വലിറസൂലിഹി, ഞാനും എൻ്റെ സമ്പത്തും എനിക്കുള്ള മുഴുവൻ സൗകര്യങ്ങളും അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉള്ളതാണ് എന്ന സഹാബി പറഞ്ഞു. തീർന്നില്ല, അദ്ദേഹം പറയുന്നുണ്ട്, നബിയെ, അങ്ങേക്ക് ഞാൻ നൽകുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അങ്ങേക്ക് നൽകാതെ എൻ്റെ കയ്യിൽ ബാക്കിയാവുന്നതുണ്ടല്ലോ, അതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങേക്ക് ഞാൻ നൽകിയതാണ് എന്ന് ആ സഹാബി പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും പ്രകാരമായിരിക്കണം നമ്മുടെ ആത്മാർത്ഥത എന്ന് ഈ സഹാബാക്കളുടെ വിഷയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റോൾ മോഡലിനെ അന്വേഷിച്ചാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്തുടരാൻ, നിങ്ങൾക്ക് റോൾ മോഡലായി സ്വീകരിക്കാൻ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആൾക്കാർ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളാണ്. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല ഉത്കൃഷ്ടരായിട്ടുള്ള ആൾക്കാർ അവരാണ്. അബർറുഹും ഖുലൂബ, ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല മനസ്സിന്റെ ആൾക്കാർ, ഏറ്റവും സുന്ദരമായിട്ടുള്ള ഏറ്റവും സ്ഫുടമായിട്ടുള്ള മനസ്സിന്റെ ആൾക്കാർ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ ആണെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഹൃദയം ശുദ്ധിയാകുമ്പോഴാണ് ഒരു മനുഷ്യൻ മൊത്തത്തിൽ മാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരാളുടെ ഹൃദയം മാറിക്കഴിഞ്ഞാൽ, ഒരാളുടെ മനസ്സ് ശുദ്ധിയായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം ശുദ്ധിയാകും. ഖുർആനും ഹദീസും അതിന്റെ വെളിച്ചം സഹാബാക്കള് സ്വീകരിച്ചത് ഹൃദയം കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. ശുദ്ധമായ ഹൃദയത്തോടു കൂടിയാണ് സമൂഹത്തിൽ അവർ ജീവിച്ചത്. ആ സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുകയും ചെയ്തു. സഹാബാക്കളിലൂടെയാണ് ഒരു വീട് നന്നാകുന്നത്, ഒരു നാട് നന്നാകുന്നത്, ഒരു കുടുംബം നന്നാകുന്നത്, നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും നന്നാകുന്നത്. ആ സഹാബാക്കളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് നന്നാകും, നമ്മുടെ കുടുംബം നന്നാകും, നമ്മുടെ നാട് നന്നാകും. ഈ ദുനിയാവിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഹിദായത്ത് ലഭിക്കാൻ അതൊരു കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാദ്യമായിട്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കണം. ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ടത് പാപക്കറകളിൽ നിന്ന് മാത്രമല്ല, മലിനമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധിയാക്കാൻ, മനസ്സിനെ കഴുകി വെളുപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിലും സഹാബാക്കൾ നമുക്ക് മാതൃകയാണ്. അവർക്കിടയിൽ പകയുണ്ടായിരുന്നില്ല, അസൂയകൾ
ഉണ്ടായിരുന്നില്ല, വിദ്വേഷമുണ്ടായിരുന്നില്ല, മറ്റുള്ളവരെ കുറിച്ചുള്ള മോശമായിട്ടുള്ള ചിന്തയുണ്ടായിരുന്നില്ല. മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെയും സഹാബാക്കൾക്കുണ്ട്. പ്രവാചകന്മാരെ പോലെ സഹാബാക്കള് മാസൂമിങ്ങളല്ല, അവരെ തെറ്റ് ചെയ്യാത്തവരൊന്നുമല്ല. തെറ്റുകൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്നും സംഭവിച്ചിരുന്നു, നമ്മളിൽ നിന്നും സംഭവിക്കുന്നത് പോലെ. പക്ഷേ അതിനുശേഷമുള്ള അവരുടെ പ്രവർത്തനങ്ങളാണ്, അതിനുശേഷമുള്ള അവരുടെ നിലപാടുകളാണ്, അതിനുശേഷമുള്ള അവരുടെ സ്വഭാവ ഗുണങ്ങളാണ് നമ്മളെയും അവരെയും നമ്മൾക്കും സഹാബാക്കൾക്കൊടുമയില്ല ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖാദിമായിരുന്നു റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു. റബീഅ റളിയല്ലാഹു അൻഹുവിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അടുത്തടുത്തായിട്ട് യുദ്ധത്തിൽ നിന്നും ലഭിച്ച സമ്പത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് സ്ഥലം നൽകിയിരുന്നു. അവർ രണ്ടുപേരും സ്ഥലത്തിന് അതിരിടുന്ന സമയത്ത് തർക്കമുണ്ടായി. ഇന്നുണ്ടാക്കുന്ന അതേ തർക്കങ്ങൾ തന്നെയാണ് അന്നും ഉണ്ടാകുന്നത്. റബീഅ റളിയല്ലാഹുവിന്റെ ഇടയിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടയിലും തർക്കമുണ്ടായി. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഇതെന്റെ മരമാണ്, ഇതെന്റെ അതിർത്തിയിൽപ്പെട്ടതാണ്, എന്റെ ഭൂമിയിൽപ്പെട്ടതാണ്. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഇതെന്റെ മരമാണ്, എന്റെ അതിർത്തിയിൽപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന അതിർത്തി തർക്കം അവർക്കിടയിൽ ഉണ്ടായ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്നും ഒരു വാക്ക് സംഭവിച്ചു പോയി. അത് റബീഅ റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിക്കുന്നതായിരുന്നു, അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നതായിരുന്നു. പറഞ്ഞ ഉടനെ തന്നെ അബൂബക്കർ തങ്ങളുടെ മനസ്സിൽ പശ്ചാത്താപമുണ്ടായി. അദ്ദേഹം റബീഅ റളിയല്ലാഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെയും തിരിച്ചു പറയണം, ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെയും തിരിച്ചു പറയണം. അതല്ല എങ്കിൽ പടച്ചവന്റെ മുന്നിൽ നാളെ ഞാൻ മറുപടി പറയേണ്ടി വരും. റബീഅ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും താങ്കൾ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ മറുപടി പറയില്ല. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ചു, ഇല്ല, നിങ്ങൾ എന്നോട് ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞതിന് ഖിസാസായിക്കൊണ്ട്, ഞാൻ പറഞ്ഞതിന് പ്രായശ്ചിത്തമായിക്കൊണ്ട് നിങ്ങൾ എന്നെയും ചീത്ത വിളിക്ക്, എനിക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം പറ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പകരത്തിന് പകരം ചെയ്തല്ലോ, പിന്നീട് അത് ആഖിറത്തിലേക്ക് നീങ്ങൂലല്ലോ. റബീഅ റളിയല്ലാഹു അൻഹു, ഞാനത് പറയൂല. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണ്? നമ്മൾ 1 പറഞ്ഞാൽ 10 തിരിച്ചു പറയാൻ, 10 പറഞ്ഞാൽ 100 തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണല്ലോ. അവിടെയാണ് നമ്മളും സഹാബാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ തിരിച്ചു മറുപടി പറഞ്ഞില്ല എങ്കിൽ ഞാൻ നബി തങ്ങളുടെ അടുക്കൽ പരാതിയുമായിട്ട് പോകും. ആരാണ് പരാതിയുമായിട്ട് പോകേണ്ടത്? റബീഅ റളിയല്ലാഹു അൻഹു ആണ് പരാതിയുമായിട്ട് പോകേണ്ടത്. പക്ഷെ ഇവിടെ പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കലേക്ക് പരാതി പറയാൻ വേണ്ടി പോയി. റബീഅ റളിയല്ലാഹു അൻഹു പിറകിൽ തന്നെ പോയി. പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗോത്രങ്ങളായിരുന്ന അസ്ലം ഗോത്രം അവിടെ ഉണ്ടായിരുന്നു. അസ്ലം ഗോത്രത്തിലുള്ള ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇതെന്ത് കാര്യമാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ള കാര്യമൊക്കെ ശരിയല്ല, പക്ഷേ അദ്ദേഹമാണ് താങ്കളെ ചീത്ത വിളിച്ചത്, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞത്, എന്നിട്ട് അദ്ദേഹം പരാതിയുമായിട്ട് പോവുകയോ, താങ്കൾക്ക് സപ്പോർട്ടായിക്കൊണ്ട് ഞങ്ങൾ ഗോത്രക്കാര്, കുടുംബക്കാര്, പിന്നെ കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, ഞങ്ങളും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, പരമാവധി കൂട്ടാൻ പറ്റുന്ന ഒരു ജനസഞ്ചയത്തെ കൂട്ടിയിട്ടാണ് നമ്മൾ പരാതിക്കാരനെതിരെ പോവുക. റബീഅ റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു ചോദിച്ചൊരു മറുപടി ഉണ്ട്. അതാരാ പോയത് എന്ന് നിങ്ങൾക്കറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹിജ്റയുടെ സമയത്ത് ഗുഹയിൽ ഒന്നിച്ചുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയത്. മാത്രമല്ല, മുസ്ലിം സമൂഹത്തിലെ, മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള, ഉന്നതനായിട്ടുള്ള സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയാണ്. ആ സഹാബി എങ്ങാനും വേദനിപ്പിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. നിബിതങ്ങളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് പടച്ചവനെ വേദനിപ്പിക്കുന്നത് തുല്യമാണ്. അതുകൊണ്ട് എന്റെ കൂടെ നിങ്ങളുണ്ട് എന്ന് തിരിഞ്ഞു നോക്കിയാൽ അബൂബക്കർ കാണും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകാം. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ രംഗമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തുന്നു. റബീഅ റളിയല്ലാഹു അൻഹുവിനോട് നിബിതങ്ങൾ ചോദിക്കുന്നു, എന്താ പ്രശ്നം? റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായത്. നിബിതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, താങ്കളുടെ നിലപാടാണ് ശരി. താങ്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെയല്ല പറയേണ്ടത്, മറിച്ച് യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ എന്ന് മറുപടി പറയാം. അബൂബക്കറെ, താങ്കൾക്ക് അള്ളാഹു പുറത്തു നൽകട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് നബിതങ്ങളുടെ അടുക്കൽ നിന്നും തിരിച്ചുപോയതായ ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാനു അബർറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ശുദ്ധമായ
ശുദ്ധമായ ഹൃദയത്തിന്റെ ആൾക്കാരായിരുന്നു അവർ മനുഷ്യന്മാർ തന്നെയായിരുന്നു. നമ്മളിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മളിടയിൽ ഉണ്ടാകുന്ന വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന ചിത്രതകൾ ഉണ്ടല്ലോ, നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കുഴപ്പങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ പ്രയാസങ്ങളും കുഴപ്പങ്ങളും വിഷമങ്ങളും ഒക്കെ സഹാബാക്കൾക്കിടയിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും എങ്ങനെ പരിഹരിക്കണമെന്ന് ഇസ്ലാം നല്ലൊരു മാർഗം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ മാർഗം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരായിരുന്നു സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. അങ്ങനെ ഒരു ഹൃദയം, അങ്ങനെ ഒരു മനസ്സ്, അങ്ങനെ ശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ ആൾക്കാരായി മാറുവാൻ നമുക്ക് കഴിയണം. അതിനെ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായിട്ടുള്ള സൃഷ്ടികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ എന്ന് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ വിശേഷണം അഅമഖുഹാ ഇൽമൻ, ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് നേടിയ ആൾക്കാരായിരുന്നു സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്ന് പറയുന്നത്. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അറിവിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യവും മഹത്വവും എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ സൂക്തം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അറിവ് നേടുന്നതിൽ അവരൊരിക്കലും വീഴ്ച കാണിച്ചിരുന്നില്ല. എത്ര വലിയ പ്രായമായാലും, എത്ര വലിയ തിരക്കുകൾ ഉണ്ടായാലും അറിവ് നേടാൻ വേണ്ടിയിട്ട് അവര് പരസ്പരം മത്സരിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സമ്പത്തിനേക്കാളും മനുഷ്യന് വേണ്ടത് അറിവാണ്. അറിവില്ല എങ്കിൽ ഭൗതികമായ ലോകത്ത് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അറിവില്ലാതിരുന്നു കഴിഞ്ഞാൽ മനുഷ്യന് നാശമാണ് ഉണ്ടാവുക. മനുഷ്യന് മാത്രമല്ല, സമൂഹത്തിന് തന്നെ നാശമുണ്ടാകും. ഒരാൾ MBBS എടുത്തു, ഡോക്ടറായി, പക്ഷെ വേണ്ടതുപോലെ അദ്ദേഹം പഠിച്ചില്ല, വേണ്ടതുപോലെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തില്ല. പിന്നീട് ആ ഡോക്ടറിന്റെ അടുക്കൽ ചെന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഡോക്ടറുടെ അടുക്കൽ വരിക, പക്ഷേ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്ന അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു എഞ്ചിനീയർ, അദ്ദേഹം വേണ്ടതുപോലെ പഠിച്ചില്ല എന്ന് വിചാരിക്കുക, വേണ്ടതുപോലെ പഠിച്ചില്ല എങ്കിൽ പിന്നീട് അദ്ദേഹം നിർമ്മിക്കുന്ന ബിൽഡിങ്ങുകൾ, ആ ബിൽഡിങ്ങുകൾ പെട്ടെന്ന് തന്നെ തകർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്രകാരം തന്നെയാണ് ദീനിന്റെ വിഷയത്തിലും ഇൽമ എത്രത്തോളം നമുക്ക് അധികരിക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ദീനിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ഉത്തമമായിട്ടുള്ള മാതൃകയാണ്. എത്ര വലിയ തിരക്കുണ്ടായിരുന്നാൽ പോലും ഇൽമ നേടുന്നതിൽ അവർ വീഴ്ച കാണിച്ചിരുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൽഖകൾ നടക്കും, നബി തങ്ങൾ ദീന് പഠിപ്പിക്കുന്ന സദസ്സുകൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഞാനൊരു കച്ചവടക്കാരനാണ്, ആയതുകൊണ്ട് തന്നെ എല്ലാ മജ്‌ലിസിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഞാനും എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു സഹാബിയും ഒരിക്കൽ ഇരുന്നിട്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു. നമുക്ക് രണ്ടുപേർക്കും ഒരു തീരുമാനമെടുക്കാം. ഇന്ന് ഞാൻ കച്ചവടം ചെയ്യും, നീ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോകണം. നാളെ ഞാൻ ക്ലാസ് കേൾക്കും, നീ കച്ചവടം ചെയ്യാൻ വേണ്ടി പോകണം. രണ്ടുപേരും ഷെയറായി, പാർട്ട്ണർമാരായി. ബിസിനസ്സിൽ പാർട്ട്ണർമാർ ആകുന്നത് പോലെ തന്നെ ഇൽമ നേടുന്ന വിഷയത്തിലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അയൽവാസിയും പാർട്ട്നേഴ്സായി. അതേപോലെ തങ്ങൾ ഒരു ദിവസം പാഠം കേൾക്കും, നബി തങ്ങളുടെ അടുക്കൽ ചേർന്നിട്ട് ഇൽമ പഠിക്കും. അന്ന് രാത്രി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്ന് തന്റെ അയൽവാസിക്ക് പറഞ്ഞു കൊടുക്കും. അയൽവാസി അന്ന് നടന്ന കച്ചവടത്തിന്റെ ലിസ്റ്റ് മുഴുവൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും നൽകും. രണ്ടാമത്തെ ദിവസം അയൽവാസി പോകും, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോകും. ഉമർ തങ്ങൾക്ക് അന്ന് ലഭിക്കാത്ത അറിവുകളൊക്കെയും അയൽവാസി പറഞ്ഞു കൊടുക്കും. കച്ചവടത്തിന്റെ കണക്കുകൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്യുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെയാണ് സഹാബാക്കൾ ശ്രേഷ്ഠരായത്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് മുന്നിലുണ്ട്, നമുക്കും അങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, ഇൽമ പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഒരുപാട് മേഖലകൾ ഇന്ന് സുലഭമാണ്. അന്നുള്ളതിനേക്കാളും നല്ല രീതിയിൽ ഇൽമ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ആ സൗകര്യങ്ങളെയും സാഹചര്യങ്ങളെയും എത്രത്തോളം നമ്മൾ ഉപകാരപ്പെടുത്തുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇസ്ലാമിലുള്ള ഹുക്കുമുകൾ, ഇസ്ലാമിലുള്ള വിധികൾ, ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതിനെ നമ്മൾ 4 ഭാഗമാക്കുകയാണെങ്കിൽ ആ 4 ഭാഗം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ കൂടി നമുക്ക് ലഭിച്ചതാണ്. സ്ത്രീയാണ്. ആ സ്ത്രീകളും വിജ്ഞാനം നേടുന്ന വിഷയത്തിൽ എത്രത്തോളം തൽപരരായിരുന്നു എന്ന് ഈ ഹദീസിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ പ്രസ്താവനയിൽ കൂടി നമുക്ക്
മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ദീനിനു വേണ്ടി നമുക്ക് എന്ത് സേവനമാണോ ചെയ്യാൻ വേണ്ടി കഴിയുക, ദീനിനു വേണ്ടി നമുക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുക, അത് നമ്മളായിട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് 13 വയസ്സുണ്ടാകുമ്പോഴാണ് അദ്ദേഹം യുദ്ധത്തിന് വേണ്ടിയിട്ട് നബി തങ്ങളുടെ അടുക്കൽ അനുമതി തേടിക്കൊണ്ടുപോകുന്നത്. 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്, നബിയെ എനിക്ക് ജിഹാദ് ചെയ്യണം, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചയച്ചു, പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെയാണെങ്കിൽ വീട്ടിൽ സുഖമായിട്ടിരിക്കാലോ, ഇനി ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരുന്നില്ല. അദ്ദേഹം വീട്ടിൽ പോയിട്ട് ആലോചിച്ചു എന്നാണ്, എനിക്കെന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക, ദീനിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എന്താണ് അതിനു വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയുക, എനിക്ക് എന്ത് കഴിവാണുള്ളത്. അദ്ദേഹം ഇരുന്ന് ആലോചിച്ച് അവസാനം അദ്ദേഹം കണ്ടെത്തി അദ്ദേഹത്തിന് ഓർമ്മശക്തി, മെമ്മറി പവർ കൂടുതലായിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മയോട് കാര്യം പറഞ്ഞു. ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ മകന് നല്ല ബുദ്ധിശക്തിയാണ്, ദീനിനു വേണ്ടി ആ ബുദ്ധിശക്തി നബിയെ അങ്ങ് ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തഅല്ലം ലീ കിതാബത്തുൽ യഹൂദ്, താങ്കൾ അങ്ങനെയാണെങ്കിൽ യഹൂദികളുടെ ഭാഷ, സുരിയാനി ഭാഷ എനിക്ക് വേണ്ടി പഠിക്കുക. കാരണം അവരയക്കുന്ന ചില കത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് കഴിയുന്നില്ല, അവരോട് പറയേണ്ട ചില കാര്യങ്ങൾ ഭാഷയുടെ പരിമിതികളുള്ളത് കൊണ്ട് എനിക്ക് പറയാനും സാധിക്കുന്നില്ല. 13-ാമത്തെ വയസ്സിൽ 15 ദിവസം കൊണ്ട് സുരിയാനി ഭാഷ, മറ്റൊരു ഭാഷയാണ്, ആ ഭാഷ അദ്ദേഹം പഠിച്ചു. ഉന്നത ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, അബ്രോഡിൽ പോയിക്കൊണ്ട് ഉന്നതമായിട്ടുള്ളൊരു തസ്തിക കിട്ടാൻ വേണ്ടിയിട്ടല്ല, ദീനിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അടങ്ങാത്ത ആശയായിരുന്നു. അങ്ങനെ 13-ാമത്തെ വയസ്സിൽ ഔദ്യോഗികമായ ഇസ്ലാമിന്റെ ട്രാൻസ്ലേറ്റർ ആയിട്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നിയമിക്കപ്പെട്ടതായി ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ കഴിവുകൾ, എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു കഴിവ് പടച്ചവൻ നമുക്ക് തന്നിട്ടുണ്ടാകും. ആ കഴിവ് ദീനിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടു കൂടി സഹാബാക്കളുടെ ജീവിതങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹാബാക്കളെ മാതൃകയാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹാബാക്കളുടെ ജീവിതം കൂടുതലായി അറിയുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.